പിന്നെ ഇനി കൂടുതൽ ആളുകൾ ഇതിനകത്ത് ഈ മണ്ണിനുള്ളിൽ പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്കെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സജീവമായിട്ട് ഇവിടെ ഉണ്ട് ആളുകളെ രക്ഷിക്കാനായിട്ടും. ഈ റോഡ് ക്ലിയർ ചെയ്ത് നമുക്ക് ഇതിക്ക് അപ്പുറത്തെയും ആളുകൾ ജീവിക്കുകയാണ്. അപ്പോൾ ഈ റോഡ് ക്ലിയർ ചെയ്ത് കൊടുത്താലേ അവർക്ക് പോകാൻ സൗകര്യം ഉണ്ടാവും. ആ വർക്ക് നടക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ മണ്ണ് നീക്കം ചെയ്തിട്ട് കൂടുതൽ ആളുകൾ മണ്ണിനുള്ളിൽ പറ്റിയിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഇത് തുടരും. അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അവരുടെ സൈഡിൽ നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 5 പേര് ഇനി 5 പേര് കാണാനുണ്ടാണ്. 5 ഇനി അതൊക്കെ കൂടുതലുണ്ടോ എന്ന് എനിക്ക് ഈ സമയത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. അത് ഈ രക്ഷാപ്രവർത്തനം കഴിയുമ്പോഴേ നമുക്ക് അതേക്കുറിച്ചൊരു വ്യക്തത. ഇതൊക്കെ ഇവിടുത്തെ ഇപ്പോൾ ആൾറെഡി ഈവനിങ് ആയി. പിന്നെ ഇവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്ത് മഴയും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതെല്ലാം കണക്കിലെടുത്തിട്ട് ഈ ജില്ലാ ഭരണകൂടം എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ഇവിടെ മെഷീനറീസ് എല്ലാം ഇറക്കിയിട്ടുണ്ട്. വോളണ്ടിയർമാർ ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം നീക്കാനായിട്ട് കട്ട് ചെയ്ത് നീക്കാനായിട്ട് എല്ലാ ആളുകളും ഇവിടെ ഉണ്ട്. അത് തീർച്ചയായിട്ട് ഈ ഫുൾ ഫ്ലെഡ്ജായിട്ടുള്ള ഈ എല്ലാവരും സജ്ജമാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് സജ്ജമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ആൾറെഡി DDMA മീറ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കളക്ടറിൻ്റെ നേതൃത്വത്തിൽ. അത് അവർ തീരുമാനിക്കും. ബാക്കി അതെ, മഴ ഇപ്പോൾ കുറച്ച് മഴ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇവിടുത്തെ ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ജില്ലാ കളക്ടറിൻ്റെ നേതൃത്വത്തിൽ ആ കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവും. അതെ ഇവിടെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.